ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മളൊരു ട്രിപ്പ് വന്നേക്കുവാണ് കേട്ടോ. ഓസ്ട്രേലിയ വന്നിട്ട് ഞങ്ങൾ ട്രിപ്പൊന്നും എങ്ങും പോയില്ലായിരുന്നു, അതായത് ദൂരയാത്രയൊന്നും പോയില്ല. ഇപ്പം ഞങ്ങൾ ബ്രിസ്ബെയിനിലാണുള്ളത്. ഞങ്ങളിപ്പോൾ ഗോൾഡ് കോസ്റ്റിലേക്ക് പോവുകയാണ്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ ഇവിടെ ശരവണ ഭവനിൽ ഞങ്ങൾ നല്ല മസാല ദോശയും പനീർ ദോശയും ഇഡ്ഡലി അങ്ങനെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടാണ് കേട്ടോ ഇവിടുന്ന് യാത്ര തുടങ്ങുന്നത്. ഞങ്ങൾ ഗോൾഡ് കോസ്റ്റിലെത്തി. അവിടെ ഞങ്ങളൊരു റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സീ വേൾഡ് എന്നാണ് റിസോർട്ടിൻ്റെ പേര്. നല്ല അടിപൊളി റിസോർട്ട്. നമ്മളിപ്പോൾ ഗോൾഡ് കോസ്റ്റിലാണ് ഉള്ളത്. ഗോൾഡ് കോസ്റ്റിൽ ശരിക്കും പറഞ്ഞാൽ മെയിനായിട്ട് 4 തീം പാർക്കാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഈ 4 തീം പാർക്കിന് വേണ്ടി ടിക്കറ്റ് എടുത്തേക്കുവാണ്. നമ്മൾ റിസോർട്ടാണ് നിൽക്കുന്നത്. സീ വേൾഡ് റിസോർട്ട് സ്റ്റേ ചെയ്യുന്നത്. നമുക്ക് കാഴ്ചകളാണ്. ഈ സീ വേൾഡ് റിസോർട്ടിലാണ് നമ്മൾ നമ്മുടെ റൂം ബുക്ക് ചെയ്തിരിക്കുന്നത്. സീ വേൾഡ് പോലെ തന്നെ വേറെ 2-3 പാർക്കുകളുടെ ടിക്കറ്റ്സ് നമ്മൾ എടുത്തിട്ടുണ്ട്. ചെക്ക് ഇൻ ടൈമിന് കുറച്ച് നേരത്തെയാണ് നമ്മൾ വന്നത്. അപ്പോൾ റൂം റെഡി ആയിട്ടില്ല. അതുകൊണ്ടൊന്ന് ചുറ്റി നടന്ന് എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണുള്ളത്, എന്തൊക്കെയാണ് എക്സ്പ്ലോർ ചെയ്യാനുള്ളതെന്ന് ഒന്ന് കാണാമെന്ന് ഓർത്തു. ഞങ്ങൾ പോയത് അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു സമയമായിരുന്നു. കാരണം ജാനുവരി എന്ന് പറയണത് ഇവിടെ സ്കൂൾ വെക്കേഷനാണ്. അപ്പം നമ്മളെപ്പോലെ തന്നെ ഒരുപാട് പേര്, പിന്നെ പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്നൊക്കെ വെക്കേഷന് വേണ്ടിയിട്ട് വന്നേക്കുന്ന ഒരുപാട് പേര് അവിടെ ഉണ്ടായിരുന്നു. ഗോൾഡ് കോസ്റ്റിലെ തന്നെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള അട്രാക്ഷൻസിലൊന്നാണ് ഈ സീ വേൾഡ്. ഇവിടെ നമുക്ക് ആനിമൽസിൻ്റെ ലൈവ് ഷോ ഉണ്ട്. പോളാർ ബിയർ, ഡോൾഫിൻ, ഷാർക്ക്, ഇതൊക്കെ നമുക്ക് തൊട്ടടുത്ത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഒത്തിരി ത്രില്ലിംഗ് ആയിട്ടുള്ള കുറേ റൈഡ്സും ഇവിടെയുണ്ട്. കുറച്ച് നേരം ചുറ്റി നടന്നിട്ട് ഞങ്ങൾക്ക് വീണ്ടും ടൈം ഉണ്ടായിരുന്നു. ഞങ്ങൾ പക്ഷേ എല്ലാ റൈഡ്സും
റൈഡ്സിൻ്റെ അവിടെ ചെല്ലുമ്പോഴും നല്ല തിരക്കാണ്. കാരണം പീക്ക് സീസൺ ടൈം ആയതുകൊണ്ട് എല്ലായിടത്തും ഭയങ്കര തിരക്കായിരുന്നു. കുറച്ച് നേരം നമ്മൾ ക്യൂ. അത് ഞങ്ങൾ കയറിയത് ഒരു സ്റ്റോം കോസ്റ്ററിലാണ്. അതെന്ന് പറഞ്ഞാൽ ഒരു ത്രില്ലിങ് റോളർ കോസ്റ്ററാണ്. റാപ്പിഡായിട്ടുള്ള ടേൺസും സ്പിന്നിങ്ങും. ശരിക്കും പറഞ്ഞാൽ അതൊരു എന്താ പറയുക, കുറച്ച് സെക്കൻഡ് മാത്രമേ ഉള്ളെങ്കിൽ അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. ശരിക്കും അഡ്രിനാലിൻ ജങ്കീസിനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റൈഡാണത്. ഒന്ന് രണ്ട് റൈഡ്സിലൊക്കെ കയറി ഇച്ചിരി ടയേർഡായപ്പോൾ ഞങ്ങളൊരു സ്മൂത്തിയൊക്കെ ആയിട്ട് ഇറങ്ങി വന്നപ്പം അവിടെ ഡോൾഫിൻ്റെ ലൈവ് ഷോ നടക്കണം. ഞങ്ങൾ മാത്രമല്ല, അവിടെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. വലിയൊരു പൂളിന് ചുറ്റുമാണ് ശരിക്കും പറഞ്ഞാൽ ഈ ലൈവ് ഷോ നടക്കുന്നത്. ഷോയിൽ ഡോൾഫിനുകൾക്കെല്ലാം പ്രത്യേകം ട്രെയിനേഴ്സ് ഉണ്ട്. ഡോൾഫിനിലുള്ള ശരിക്കും ട്രെയിൻഡാണ്. കാരണം ഷോയിൽ അവർ ജമ്പ് ചെയ്യും, സ്പിൻ ചെയ്യും, അവർ കോർഡിനേറ്റ് ചെയ്തിട്ടുള്ള പല ആക്ഷൻസും ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു ഭയങ്കര അമേസിങ് ആയിട്ടുള്ള ഒരു എന്താ പറയുന്നത് ഷോ ആയിരുന്നു. പല ടൈമിലായിട്ടാണ് ഇവർ ഷോ ചെയ്യുന്നത്. ഒരേ ദിവസം തന്നെ പല ടൈമിൽ ഷോ ഉണ്ട്. ഏത് ഏജിലുള്ളവർക്ക് വേണമെങ്കിലും എക്സ്പ്ലോർ ചെയ്യാനും ആസ്വദിക്കാനും പറ്റുന്ന രീതിയിലാണ് അവർ സീ വേൾഡിലെ ഷോയും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തേക്കുന്നത്. കുറച്ച് നേരം മാത്രമേ ഉണ്ടായിരുന്നെങ്കിലും പക്ഷേ ഒരു ഭയങ്കര രസമുള്ളൊരു കാഴ്ചയായിരുന്നു അത്. ഓഡിയൻസുമായിട്ടും ട്രെയിനേഴ്സ് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം ഓഡിയൻസിൽ നിന്ന് ഒരാളെ വിളിച്ചിട്ട് ഡോൾഫിൻ്റെ അടുത്ത് പോയി ഡോൾഫിനെ തൊടാനും അടുത്ത് ഡയറക്റ്റ് നമുക്ക് കാണാനും തൊട്ടടുത്ത് പോയി അതിനെ ടച്ച് ചെയ്യാനും ഒക്കെ അവസരം കൊടുക്കുന്നുണ്ടായിരുന്നു.
തീരുന്നിടം വരെ അവിടെ ഇരുന്ന് ആസ്വദിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ഏകദേശം ഞങ്ങളുടെ റൂമിൽ ചെക്ക് ഇൻ ചെയ്യാനുള്ള റൂം റെഡി ആയെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് അവർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ നേരെ ലഗേജൊക്കെ എടുത്ത് റൂമിലേക്ക് ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഞങ്ങൾ ബുക്ക് ചെയ്തപ്പോഴേ പുറത്തോട്ട് നല്ലൊരു വ്യൂ ഉള്ള റൂം നോക്കിയായിരുന്നു ബുക്ക് ചെയ്തിരുന്നത്. റൂമും എല്ലാം നല്ല ഫെസിലിറ്റീസ് ഉണ്ടായിരുന്നു. റൂമെല്ലാം ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നമുക്കിവിടെ ഹോട്ടലിൽ തന്നെ സേഫ് ഒക്കെ ഉണ്ട്, നമ്മുടെ സ്വർണ്ണവും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. കണ്ടോ, ലൈറ്റ് വെട്ടം സ്വർണ്ണമൊക്കെ വെച്ചിട്ട് പോവാം. ബീച്ചിലൊക്കെ പോകുമ്പോഴത്തേക്കും പേടിക്കണ്ട, ലോക്ക് ചെയ്യുക. ഇവിടുത്തെ ഞങ്ങളുടെ പ്ലാൻ ബീച്ചായിരുന്നു. ശരിക്കും നല്ല രസമുള്ള ബീച്ചാണ് ഗോൾഡ് കോസ്റ്റിൽ. ശരിക്കും ഈ ബീച്ച് ഞങ്ങളുടെ റിസോർട്ടിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരുന്നു. അപ്പം ഞങ്ങൾ ലഗേജെല്ലാം അവിടെ സെറ്റിൽ ചെയ്ത് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഞങ്ങൾ നേരെ ബീച്ചിലേക്ക് പോയി. ഞങ്ങൾ കുറേ ടൈം ശരിക്കും പറഞ്ഞാൽ ബീച്ചിൽ സ്പെൻഡ് ചെയ്തു. ഏതാണ്ട് സൺസെറ്റൊക്കെ കണ്ടിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്. സമയം പോകുന്നതേ അറിയുന്നുണ്ടായിരുന്നില്ല ബീച്ചിലിരുന്നപ്പം. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങാറായപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് നല്ല വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ പോയി ഞങ്ങൾ, സങ്കല്പം എന്നാണ് ആ റെസ്റ്റോറൻറ്റിൻ്റെ പേര്, അവിടെ പോയി നല്ല ഫുഡ് കഴിച്ചു. ശരിക്കും നല്ല ഫുഡായിരുന്നു. ഗോൾഡ് കോസ്റ്റ് സിറ്റി കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞങ്ങൾ സിറ്റി കുറച്ച് നേരം ആസ്വദിച്ചു. ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ തിരിച്ച് റിസോർട്ടിൽ വന്നു. കാരണം പൂൾ അവിടുത്തെ 9 മണിയാകുമ്പോഴത്തേക്ക് ക്ലോസ് ചെയ്യും. അപ്പോൾ ഞങ്ങൾ പൂളും ജക്കൂസിയും ഒക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടായിരുന്നു. തിരിച്ചു വന്ന് നേരെ പൂളിലേക്കാണ് ഇറങ്ങിയത്. കുളി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ കുറച്ച് ടയേർഡായി. അപ്പോൾ ശരിക്കും റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ജക്കൂസി ഉണ്ടായിരുന്നു. അതിലും കുറച്ച് നേരം ഇരുന്നപ്പോൾ ശരിക്കും ഭയങ്കര നമ്മളെ കാമാക്കുന്ന ഒരു ഫീല്, നല്ല വാം വാട്ടർ. ശരിക്കും അതും എക്സ്പ്ലോർ ചെയ്തു. പൂള്, ജക്കൂസി ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്ത് ഞങ്ങൾ നേരെ റൂമിൽ പോയി ഉറങ്ങി. നെക്സ്റ്റ് ഞങ്ങൾ രാവിലെ തന്നെ എഴുന്നേറ്റു. അവിടെ 9 o'clock വരെ ബ്രേക്ക്ഫാസ്റ്റിന് ടൈമായിരുന്നു. അപ്പം നമ്മൾ നേരത്തെ ബ്രേക്ക്ഫാസ്റ്റിന് അവിടെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. രാവിലെ പേ ചെയ്തു. പെർ ഹെഡ് ബൊഫേ ആണ്. പെർ ഹെഡ് എത്രയാണ് 32 കൊടുത്തു. ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ഞങ്ങൾ അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ഞങ്ങൾ പക്ഷേ അടുത്ത പാർക്കുകളിലേക്ക് പോകാനായിരുന്നു ഞങ്ങളുടെ പ്ലാന്. പക്ഷേ അതിനു മുമ്പ് സീ വേൾഡിൽ ഞങ്ങൾ കുറച്ചും കൂടി കാണാൻ കുറച്ചും കൂടി ഞങ്ങൾക്ക് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പെൻഗ്വിൻസ് ഉണ്ടായിരുന്നു. അതിനെയും പോയി കുറച്ച് നേരം അവിടെ കണ്ടിട്ട് ഞങ്ങൾ നേരെ അടുത്ത പാർക്കിലേക്ക് പോകാൻ വേണ്ടിയിട്ട് മൂവ് ചെയ്തു. ഇനി ഞങ്ങൾ നേരെ പോകുന്നത് വെറ്റ് ആൻഡ് വൈൽഡിലേക്കാണ്. അതിനു മുമ്പ് ഈ സീ വേൾഡിൽ ഹെലികോപ്റ്റർ റൈഡ് ഉണ്ട്. പക്ഷേ ഈ പ്രാവശ്യം ഞങ്ങൾ അത് ചെയ്തില്ല. നെക്സ്റ്റ് വരവിൽ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയെന്നോർത്ത് ഹെലികോപ്റ്റർ റൈഡ് നെക്സ്റ്റ് വരവിലേക്ക് മാറ്റി വെച്ചേക്കാണ്. ഹെലികോപ്റ്റർ റൈഡിൻ്റെ അവിടെ നിന്ന് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു.
വാട്ടർ ആക്ടിവിറ്റീസ് ഉണ്ട്. പക്ഷേ എല്ലായിടത്തും ചെല്ലുമ്പോൾ ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നീണ്ട ക്യൂ ആണ്. ഒരു റൈഡിൽ കയറണമെങ്കിൽ നമ്മളൊരു മിനിമം 1 അവറെങ്കിലും വെയിറ്റ് ചെയ്യേണ്ട അവസ്ഥയായിരുന്നു. അത് ശരിക്കും ഒരു മടുപ്പായിരുന്നു. കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഓരോ റൈഡിലും കയറാൻ. കാരണം നമ്മൾ ഈ പീക്ക് ടൈമിൽ പോയിക്കുന്നതുകൊണ്ട് പിള്ളേർക്കെല്ലാം വെക്കേഷനുള്ള സമയമാണ്. അപ്പോൾ എല്ലാവരും ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യാൻ വന്നേക്കുക. പിന്നെ ഇന്ത്യയിൽ നിന്നൊക്കെ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. അത് കാരണം നല്ല ലോങ് ക്യൂവിൽ നിന്നിട്ടാണ് ഓരോ റൈഡിലും കയറിയത്. വൈൽഡിൽ പല റൈഡിലും പല ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതുപോലെ തന്നെ ഇത് പല ഏജ് ഗ്രൂപ്പായിട്ട് അവർ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അപ്പം വെറ്റ് ആൻഡ് വൈൽഡ് ജൂനിയർ എന്ന് പറഞ്ഞിട്ട് കുട്ടികൾക്ക് മാത്രമായിട്ടുള്ള ഒരു സെക്ഷൻ ഉണ്ട്. പിന്നെ പല രീതിയിലുള്ള പല വെറൈറ്റി ഓഫ് റൈഡ്സ്. നമുക്ക് ഓരോ റൈഡിലും കയറുമ്പോൾ ഓരോ എക്സ്പീരിയൻസാണ്. ആകെ വെയിറ്റിംഗ് ഒഴിച്ചാൽ ബാക്കി എല്ലാം അടിപൊളിയായിരുന്നു. ലഞ്ച് ഞങ്ങൾ അവിടുന്ന് പിസയാണ് കഴിച്ചത്. അപ്പം അതിനകത്ത് തന്നെ പിസ്സ, ബർഗർ അങ്ങനെ കുറച്ച് ഷോപ്സ് ഉണ്ട് നമുക്ക് കഴിക്കാനും ഡ്രിങ്ക്സും ഒക്കെ കിട്ടുന്നത്. പിന്നെ ഈ റൈഡ്സിലെല്ലാം ഒന്നും ഞങ്ങൾക്ക് കയറാൻ പറ്റിയില്ല. കാരണം തിരക്ക് കാരണം ഓരോ റൈഡ്സിലും കുറേ ടൈം വേണ്ടി വരും. ഞങ്ങൾക്ക് ഇനിയും തിരിച്ച് പോയി അവിടെ 1-2 പാർക്കുകളും കുറേ ഞങ്ങൾ ചെയ്യാത്ത കാര്യം ഇനി വീണ്ടും വരുമ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ബാക്കിയുണ്ട്. ശരിക്കും നമ്മൾ പീക്ക് സീസണിലാണ് പോകുന്നതെങ്കിൽ ഫുള്ള് നമുക്ക് ഇത്ര ദിവസം കൊണ്ട് കവർ ചെയ്ത് വരാൻ പറ്റില്ല. ശരിക്കും നമുക്ക് കുറച്ച് ദിവസം വേണം ഗോൾഡ് കോസ്റ്റ് ഫുള്ള് എല്ലാ പാർക്കും ഫുള്ള് അവിടെ സ്ഥലം എക്സ്പ്ലോർ ചെയ്ത് വരണമെങ്കിൽ. ഞങ്ങൾക്ക് ശരിക്കും ഒത്തിരി 2 ദിവസം ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു. ഞങ്ങൾക്ക് ശരിക്കും ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു ട്രിപ്പാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.